ഡിജിറ്റൽ ജിഹാദ് വേട്ടയിൽ NIA 20 കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ്. ഓൺലൈൻ റാഡിക്കലൈസേഷൻ നെറ്റ്വർക്കിന് നേരെ NIAയുടെ മിന്നൽ നീക്കം. ISI അതേപോലെ മറ്റു തുടങ്ങിയ ഭീകര സംഘടനകളുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തീവ്രവാദ റാഡിക്കലൈസേഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് 9 സംസ്ഥാനങ്ങളിലായിട്ട് ഇപ്പോൾ റെയ്ഡ് നടത്തിയത്. ഓൺലൈൻ വഴി തീവ്രവാദ ആശയം പ്രചരിപ്പിക്കുകയും യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരികയും ഇതിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലടക്കം വൻ ആക്രമണം നടത്താനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ NIA പൊളിച്ചടുക്കിയത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ അക്രമാസക്തമായ ജിഹാദ് നടത്തുന്നവരെ കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസി ഇപ്പോൾ ഏറെക്കുറെ തന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആ പ്രാധാന്യം നിറഞ്ഞൊരു റെയ്ഡാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹി, ബീഹാർ, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, തെലങ്കാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന പരിശോധനകൾ നടത്തിയത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ശൃംഖലയെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അന്വേഷണ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യം. ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിനെ ആസ്പദമാക്കിയാണ്. പിന്നീട് കേസാകട്ടെ NIA ഏറ്റെടുക്കുകയും വിശാഖപട്ടണം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട രേഖകളും ഡിജിറ്റൽ വിവരങ്ങളും കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വ്യാപിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് അവിടെ ആ ഒരു രീതിയിലേക്ക് അവിടെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യവും NIA ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. വിദേശത്ത് പ്രവർത്തിക്കുന്ന സംശയാസ്പദ ബന്ധങ്ങളുമായി തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. റെയ്ഡിനിടെ തന്നെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അതേപോലെ സ്റ്റോറേജ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഡിജിറ്റൽ സാമഗ്രികൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഓൺലൈൻ റാഡിക്കലൈസേഷൻ ശ്രമങ്ങൾക്കും നേരെ കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കേസിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പങ്ക് സംബന്ധിച്ചുകൊണ്ട് അന്തിമ നിഗമനം അവിടെ ആ ഒരു നിഗമനങ്ങൾ അന്വേഷണവും നിയമ നടപടികളും പൂർത്തിയാക്കുന്നതോടെയാണ് വ്യക്തമാകുക. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ അന്വേഷണ പുരോഗതി കേന്ദ്ര ഏജൻസികൾ ഇവിടെ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയെ ഇല്ലാതാക്കാൻ ഭീകരവാദ ശൃംഖലകൾ വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു വാർത്തയിലൂടെ തന്നെ തെളിയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.